പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 ഇടവമാസം 8-ാം തീയതി, അതായത് 2025 മെയ് മാസം 22-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ 6:06, അസ്തമയം വൈകിട്ട് 6:37. നാളത്തെ വ്യാഴാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് പരിചിതമാണ്. ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രവും ഒരു പ്രത്യേകത. നാളെ പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു. വ്യാഴാഴ്ചയാണ്, പുരൂരുട്ടാതി നക്ഷത്രമാണ്. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. ചന്ദ്രൻ അങ്ങേയറ്റം ദുർബലമായി അമാവാസിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനാൽ തിഥിയും അത്ര ശുഭമല്ല, ദശമി തിഥിയാകുന്നു. നാളത്തെ നക്ഷത്രം ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു. എങ്കിലും വ്യാഴാഴ്ചയും പുരൂരുട്ടാതി നക്ഷത്രവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം. വിഷുവിന് ഇഷ്ടപ്പെട്ട തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാം. അവിടെ ചെന്ന് ഭഗവാന്റെ സന്നിധിയിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാം. ഞാൻ പലപ്പോഴും ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇരുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ഞാൻ അവിടെ ആ പരിസരത്ത് നിന്നുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ട്, നാരായണീയവും ചൊല്ലാറുണ്ട്. അതൊരു പ്രത്യേക ചൈതന്യമാണ്. നമ്മുടെ ഓറയ്ക്ക് വികാസം പ്രാപിക്കുവാൻ അങ്ങനെയുള്ള അവസരങ്ങൾ വളരെയധികം പ്രയോജനപ്പെടും. നിങ്ങൾ ഗുരുവായൂർ സന്ദർശിക്കുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നിത്യേന ഒരു ദശകം 10 ശ്ലോകം ചൊല്ലിക്കൊണ്ട് 100 ദിവസം കൊണ്ട് തൻ്റെ വാതരോഗം ഭഗവാൻ സുഖപ്പെടുത്തിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇരുന്ന് ജപിച്ച ആ സ്ഥലം നിങ്ങൾ മനസ്സിലാക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം. ഒരു വലിയ അനുഭൂതിയാണ്. നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുന്ന ഒരു ചൈതന്യം, അതാണ് ഭഗവത് ചൈതന്യത്തിൻ്റെ പ്രത്യേകത. അതിനാൽ നാളെ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. എല്ലാ പാരായണങ്ങളിലും സജീവമാവുക. അത് നാരായണ കവചമായാലും വിഷ്ണു സഹസ്രനാമമായാലും വിഷ്ണു അഷ്ടോത്തര ശതമായാലും അതിൻ്റെ ഒരു ഭാഗഭാക്കാവുക. മറ്റ് ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം പുരൂരുട്ടാതി നക്ഷത്രത്തിൽ ചെയ്യാറില്ല. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടേവി 7 വിതക്കിൽ വെളിയാഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം, പുരാടം, പുരൂരുട്ടാതി, ഇതാണ് മുപ്പൂരം. തൃക്കേട്ട, ഈ 7 നാളുകൾ യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു. നാളത്തെ തിഥിയും ദശമി തിഥിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു വിശേഷിച്ചൊരു മുഹൂർത്തം നാളെ നൽകുന്നതിൽ അർത്ഥമില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട വല്ല കാര്യങ്ങളും വേണമെങ്കിൽ 9:10 മുതൽ 10 മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെ നിർബന്ധമായും ചെയ്തു തീർക്കണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്രകാരം തന്നെ 12 മണി മുതൽ 1:15 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല ഒരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.